ഹായ് ഗൈസ്, അപ്പം ഞാൻ കുറച്ച് ടെക്നിക്കൽ വിഷയമുള്ളതുകൊണ്ടും കുറച്ച് ബിസി ആയതുകൊണ്ടുമാണ് ഇപ്പോൾ OTT പടങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വരാത്തത്. സോ ബാക്ക് ടു ആക്ഷൻ. അപ്പോൾ കഴിഞ്ഞ ദിവസം റീസെൻ്റായിട്ട് OTT റിലീസ് ചെയ്തിട്ടുള്ള സൈജു കുറുപ്പ് നായകനായി എത്തിയ ഫ്ലാസ്ക് എന്ന സിനിമയെ കുറിച്ചാണ് നമുക്കിത് സംസാരിക്കാനുള്ളത്. നമുക്കറിയാം, ഇതൊരു പുതുമയായിരുന്ന ഒരു കൺസെപ്റ്റ് തന്നെയായിരുന്നു. ഫ്ലാസ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാത്തൊരു, എനിക്ക് പേഴ്സണലി അറിയില്ലായിരുന്നു. കാരണം ജ്യോതികുമാർ എന്നൊരു CPO ആണ്. പുള്ളിയുടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കാരണം പനിഷ്മെന്റ് കിട്ടുന്നതിന് പകരം ജഡ്ജിയുടെ PSO ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിനെ കളിയാക്കി വിളിക്കുന്നതാണ് ഫ്ലാസ്ക് എന്ന് പറയുന്നത്. കാരണം ജഡ്ജിയുടെ പിന്നാലെ എപ്പോഴും ഫ്ലാസ്കുമായിട്ട് ചായയും കൊണ്ട് നടക്കുന്ന ഒരു രീതിയിൽ അങ്ങനെ എല്ലാവരും കളിയാക്കുന്ന ഒരു തരം പോസ്റ്റാണ്. അങ്ങനെ പുള്ളി ഒരു ജഡ്ജിൻ്റെ PSO ആയിട്ട് പോയി ചെല്ലുന്നു. പുള്ളി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, കർക്കശക്കാരനാണ്. സുരേഷ് കൃഷ്ണയാണ് ആ റോൾ കൈകാര്യം ചെയ്തിരുന്നത്. പുള്ളി അത് ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. പുള്ളി അങ്ങനെ ഇവർ രണ്ടുപേരുടെയും തമ്മിലുള്ള അതും പിന്നീട് നടക്കുന്ന ഒരു കാര്യങ്ങളും കോൺഫ്ലിക്റ്റും ഒക്കെയാണ് സിനിമ പറയുന്നത്. സിനിമ സംസാരിക്കുന്ന വിഷയം ഒത്തിരി സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണെങ്കിൽ പോലും ഹ്യൂമറിൻ്റെ മേമ്പൊടിയാണ് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. ആ ഹ്യൂമർ നല്ല രീതിയിൽ വർക്കായിട്ട് എന്നുള്ളതാണ് സിനിമയുടെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ആ വിഷയത്തിൻ്റെ ഇൻറ്റൻസിറ്റി വേണ്ട വിധത്തിൽ യൂസ് ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒപ്പം തന്നെ സിദ്ധാർത്ഥ് ഭരതൻ അത്യാവശ്യം നല്ലൊരു റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സോ ഫ്ലാസ്ക് എന്ന് പറയുന്ന ഒരു പുള്ളി വെറുതെ കളിയാക്കേണ്ട ഒരു പോസ്റ്റ് അല്ല. അവർക്കും ചില കാര്യങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺസ് സംഭവിക്കാം. ചുമ്മാ നടക്കുന്ന ഒരു അതല്ല എന്നാണ് സിനിമ പറഞ്ഞു വെക്കുന്നത്. ആ ഒരു പുതുമ തന്നെയാണ് ഈ സിനിമ കാണാൻ നിങ്ങളെയും പ്രേരിപ്പിക്കേണ്ട ഒരു കാര്യം. ഈ മൂവി എനിക്കൊരു കംപ്ലീറ്റ്ലി ഒരു ശരാശരി അനുഭവം ഉണ്ടാക്കിയൊരു സിനിമയാണ്. കാരണം അതിൻ്റെ ഒരു എന്താ പറയുക, നല്ല രീതിയിൽ ഹ്യൂമറസ് ആയിട്ട് തന്നെയാണ് പോയത്. ഒരു പോയിന്റിൽ സിനിമ വേറെ ടേണിലോട്ട് തിരിയുന്നുണ്ട്. പക്ഷെ ആ ഒരു സീരിയസ്നെസ് ആയിട്ടാണെങ്കിലും അത് മുന്നോട്ട് പോയിട്ടില്ല. ബട്ട് അതിനെ ഒരു നല്ല രീതിയിൽ തന്നെ എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചോ എന്ന് കൂടെ സംശയമുണ്ട്. കാരണം അവസാനമൊക്കെ എത്തുമ്പോഴേക്കും നമുക്കൊരു രീതിയിലുള്ളൊരു ഫ്ലാറ്റ് ആയി പോകുന്നുണ്ട് സിനിമ. സോ നിങ്ങൾ കാണുക. ഫ്ലാസ്ക് എന്ന സിനിമ OTT റിലീസായിട്ട് എത്തിയിട്ടുണ്ട്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കും.